സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ചികിത്സാ പിഴവിൽ കർശന നിർദ്ദേശവുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിനെതിരായ ചികിത്സാ പിഴവ്, സ്വകാര്യ പ്രാക്ടീസിംഗ് പരാതികളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ DMOയ്ക്ക് നിർദ്ദേശം നൽകി. എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറി ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർക്കെതിരെ നടപടിയെടുക്കുന്നത് ചർച്ചയായില്ല. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ചികിത്സാ പിഴവ് ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിലാണ് ആരോഗ്യമന്ത്രി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. വീഴ്ചകളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി ഡോക്ടർമാർക്ക് കർശന നിർദ്ദേശം നൽകി. രോഗികളെ പരിചരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഒരു ടീമായി പ്രവർത്തിക്കണമെന്നും മന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസിംഗ് നടത്തരുതെന്നും ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി താക്കീത് നൽകി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മതിയായ ജീവനക്കാർ ഇല്ലെന്ന് ഉദ്യോഗസ്ഥർ മന്ത്രിയെ അറിയിച്ചു. കൂടുതൽ ജീവനക്കാരെ നിയമിക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകി. അവയവം മാറിയുള്ള ശസ്ത്രക്രിയയിൽ ഡോക്ടർക്കെതിരായ നടപടിയെക്കുറിച്ച് കൂടുതൽ ചർച്ചയുണ്ടായില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിലുണ്ടായ ചികിത്സാ പിഴവും സ്വകാര്യ പ്രാക്ടീസും അടക്കമുള്ള കാര്യങ്ങളിൽ DMO എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. ചികിത്സാ രേഖകളും മരുന്ന് കുറിപ്പടികളും ഡിജിറ്റൽ രേഖകളാക്കാനും യോഗത്തിൽ തീരുമാനമായി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.